നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ ശശി തരൂർ കലാപക്കൊടി ഉയർത്തിയതിന് പിന്നാലെ സിപിഎമ്മിനെ വെട്ടിലാക്കി കെ ശൈലജ രംഗത്ത്. തന്നെ വടകരയിൽ നിന്നും തോൽപ്പിച്ച വ്യാജ വീഡിയോ കേസിലെ പ്രതിയെ കോടതി ശിക്ഷിച്ചിട്ടും സിപിഎം നേതാക്കൾ ആരും പ്രതികരിക്കാത്തത് നിർഭാഗ്യകരമാണ് എന്ന് ശൈലജ തന്റെ വിശ്വസ്തരെ അറിയിച്ചു. ശൈലജയ്ക്ക് സിപിഎമ്മിൽ ഭ്രഷ്ടുണ്ടോ എന്നാണ് കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയുടെ ആരാധകരുടെ അഭിപ്രായം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന കെ ശൈലജയുടെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ ലീഗ് നേതാവിന് പിഴ ശിക്ഷ കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ്. ന്യൂമാഹി പഞ്ചായത്ത് UDF ചെയർമാനും വാർഡ് അംഗവുമായ TH അസ്ലമിനാണ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 10,000 രൂപ പിഴയിട്ടത്. മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്ന് കെ ശൈലജ പറഞ്ഞെന്ന രീതിയിലാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത്. ചൊക്ലി സ്വദേശി നൽകിയ പരാതിയിൽ സമുദായ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്താണ് ന്യൂമാഹി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശൈലജ ടീച്ചറെ വടകരയിൽ നിന്നും തോൽപ്പിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അരയും തലയും മുറുക്കി രംഗത്തെത്തിയിരുന്നു. ടീച്ചറുടെ അശ്ലീല വീഡിയോ പുറത്തിറക്കി എന്നാണ് അന്ന് ഗോവിന്ദൻ പറഞ്ഞത്. തന്നെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ല എന്ന് ടീച്ചർ പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും ഗോവിന്ദൻ ടീച്ചറെ വെറുതെ വിട്ടില്ല. അശ്ലീല വീഡിയോ താൻ കണ്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞത്. താൻ കാണാതെ ഏത് വീഡിയോ ആണ് ഗോവിന്ദൻ കണ്ടതെന്ന ടീച്ചറും മറുചോദ്യം. ഗോവിന്ദൻ കണ്ടതും ടീച്ചർ കാണാത്തതുമായ വീഡിയോ ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടില്ല. കെ ശൈലജയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിണറായിയെ അടക്കം വെച്ച ചിത്രം മോർഫ് ചെയ്യേണ്ട പ്രശ്നം എന്താണ് എന്നും അദ്ദേഹം ചോദിച്ചു. മാതൃഭൂമി ന്യൂസിന്റെ ചോദ്യോത്തരം അഭിമുഖം പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതായത് പിണറായിയെ കൂടി അന്ന് ഗോവിന്ദൻ പ്രതിസന്ധിയിലാക്കിയെന്ന് സാരം. അതേസമയം തനിക്കെതിരായി വീഡിയോ അല്ല പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നായിരുന്നു കെ ശൈലജയുടെ വിശദീകരണം. ശൈലജ പറഞ്ഞതായിരുന്നു ശരിയെന്നതും പിന്നീട് എല്ലാവർക്കും വ്യക്തമായി. അവരുടെ പേരിൽ അശ്ലീല വീഡിയോ വന്നില്ല, പകരം വന്ന വീഡിയോയ്ക്കാണ് ശിക്ഷ കിട്ടിയത്. ശൈലജ ടീച്ചർക്ക് എതിരായി മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ തെറ്റായ നിരവധി കാര്യങ്ങൾ അവിടുത്തെ സ്ഥാനാർത്ഥിയും VD സതീശനും ഉൾപ്പെടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. പോൺ വീഡിയോ ഇല്ല എന്ന് ടീച്ചർ അല്ലല്ലോ പറയേണ്ടത്, ഞങ്ങൾ എല്ലാവരും പറയണ്ടേ? ടീച്ചർ പറയേണ്ടതില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, രാജ്യത്തെ ജനങ്ങൾ കണ്ടതല്ലേ? സാങ്കേതിക പദം ഉപയോഗിച്ച് അതിൽ പിടിച്ചു നിൽക്കാനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നത് എന്നും അന്ന് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. അവിടെ നടന്ന സൈബർ ആക്രമണം മുഴുവൻ നിലവിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടെ അറിഞ്ഞുകൊണ്ടാണ്. അതിന്റെ ഗുണഭോക്താവ് ആരാണ്? തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അശ്ലീലത്തെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയുമായി VD സതീശനും ഷാഫി പറമ്പിലുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങൾക്കത് തെളിയിക്കുക തന്നെ ചെയ്യുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഷാഫി പറമ്പിൽ ശൈലജയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. കാരണം കേസിൽ സാക്ഷിയായ വ്യക്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് കോടതിയിൽ തെളിവ്. അങ്ങനെ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയുന്ന വീഡിയോ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് തെളിവ് നൽകേണ്ടി വരും. എങ്ങനെയാണ് വീഡിയോ തന്റെ കയ്യിലെത്തിയത് എന്ന് പറയേണ്ട ബാധ്യത ഗോവിന്ദനുണ്ട്. ഇക്കാര്യം ഗോവിന്ദൻ പറയുമോ എന്ന് കണ്ടറിയണം. ഏതായാലും ഷാഫി പറമ്പിൽ കേസ് കൊടുത്ത സാഹചര്യത്തിൽ മറുപടി പറയേണ്ട ബാധ്യത MV ഗോവിന്ദനും ഉണ്ട്. ശൈലജ ടീച്ചർ തോൽക്കേണ്ടത് MV ഗോവിന്ദന്റെ ആവശ്യമാണ്. ഭാവി മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന MV ഗോവിന്ദന് ഏക റിബൽ കെ ശൈലജയാണ്. കോടിയേരി ബാലകൃഷ്ണൻ നിത്യയിൽ ലയിച്ചതോടുകൂടി ഗോവിന്ദന് എതിരാളികൾ ഇല്ലാതെയായി. ഏക തടസ്സം ടീച്ചർ അമ്മയുടെ ഇമേജും. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ടീച്ചറെ വടകരയിൽ മത്സരിപ്പിച്ചത്. ഏതായാലും ടീച്ചർ അതോടെ നാണം കിട്ടു. വടകര CPMന്റെ കുത്തകയാണ്. പാർട്ടിക്ക് മുകളിൽ പറക്കുന്നവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വടകരയിൽ എത്തിക്കുന്നത്. P ജയരാജനും AN ഷംസീറും ഒക്കെ ഇത്തരത്തിൽ വടകരയിലെത്തി മര്യാദ പഠിച്ചവരാണ്. RMP ഉള്ളിടത്തോളം കാലം വടകരയിൽ CPM ജയിക്കുകയില്ല. TP ചന്ദ്രശേഖരൻ മരിച്ചെങ്കിലും അണയാത്ത ജ്വാലയാണ് ഇന്നും. കെ രമ ആയിരിക്കും വടകരയിൽ പ്രതിനിധി എന്ന് തീരുമാനിക്കുക. അമ്മയുടെ കരുതലും ടീച്ചറുടെ വാത്സല്യവുമായി കെ ശൈലജയെ വടകരയിൽ ഇറക്കിയത് CPM വിജയിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ജയത്തിനു വേണ്ടി കുറുക്കുവഴികൾ തേടുകയാണ് CPM. കേരള ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശൈലജയെ സമൂഹ മാധ്യമങ്ങൾ താറടിപ്പിച്ച് അവരുടെ ഇമേജ് തകർക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടില്ല. പിണറായി കഴിഞ്ഞാൽ ശൈലജ എന്നൊരു ചിന്ത ഏറെ നാളായി അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. ഇത് പാറിപ്പറക്കുന്ന നേരത്ത് ഗോവിന്ദൻ രംഗത്തുണ്ടായിരുന്നില്ല. കോടിയേരി മരിച്ചതോടുകൂടി ഗോവിന്ദൻ തിളങ്ങുകയായിരുന്നു. അപ്രതീക്ഷിതമായി കോടിയേരി കടന്നുപോയതോടെ ഗോവിന്ദൻ കളത്തിൽ ഒറ്റയ്ക്കായി.
പിണറായി ആകട്ടെ ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധിയിലുമായി. നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മന്ത്രാലയത്തിൽ പ്രവർത്തനങ്ങൾ നടന്നു വന്നത്. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുകയും മറ്റുള്ളവർ ആരോഗ്യവകുപ്പ് ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് അക്കാലത്ത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് അക്കാലത്ത് ആരോഗ്യവകുപ്പിൽ നടന്നത്. കോവിഡ് വന്ന് കയറിയതോടുകൂടി നേതാക്കളെല്ലാം ചാകരയായി. ദുരന്തങ്ങളെ ഉത്സവമാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. കോടികളുടെ പർച്ചേസ് തലങ്ങും വിലങ്ങും നടന്നു. എല്ലാത്തിനും ലക്ഷ്യം ഒന്ന് തന്നെ, തൊട്ട് മണി. തന്റെ കയ്യിൽ നിന്ന് ചുക്കാൻ മാറുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കോവിഡ് പത്രസമ്മേളനങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ തുടങ്ങിയത്. പിന്നീട് കെ ശൈലജയെ അഴിമതിക്കാരിയാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു. ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ടീച്ചറമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവി മുഖ്യമന്ത്രി എന്ന് വരെ വിശേഷിക്കപ്പെട്ടതോടുകൂടി ടീച്ചറമ്മയിൽ പിണറായിയുടെ നോട്ടമുടക്കി. തുടർന്ന് ടീച്ചറമ്മ ആരുമല്ലാതെ നിയമസഭയിൽ ഇരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്നുചേർന്ന അന്തർദേശീയ പുരസ്കാരത്തെ വരെ മുഖ്യമന്ത്രി തട്ടിത്തെറിപ്പിച്ചു. ഇതാ ഇപ്പോൾ അശ്ലീല വീഡിയോ വിവാദവും. അവരുടെ പ്രായം പോലും CPM നേതാക്കൾ കണക്കിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം. ശൈലജയെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്നായിരുന്നു ടീച്ചറമ്മയുടെ ആരാധകരുടെ മുറവിളി. ശൈലജയ്ക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യമാണ് കഴിഞ്ഞ നിപ്പ കാലത്ത് കോഴിക്കോട് നടന്നത് എന്നായിരുന്നു വ്യാഖ്യാനം. കോഴിക്കോട് സർക്കാർ ഗസ്റ്റ് ഹൌസിൽ ക്യാമ്പ് ചെയ്താണ് നിപ്പയുടെ സമയത്ത് ശൈലജ ടീച്ചർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. നിപ്പയ്ക്ക് പിന്നാലെ വന്ന കോവിഡും ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്തിരുന്നു. എന്നാൽ ശൈലജയെ പിണറായി മന്ത്രിസ്ഥാനത്ത് നിന്ന് നിഷ്ഠൂരം ഒഴിവാക്കി. ശൈലജയുടേത് PR പ്രവർത്തനമാണെന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ കലാപം തുടങ്ങിയത് ശൈലജയെ മുന്നിൽ നിർത്തിയാണ്. കോവിഡ് വൈറസ് പോലും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന പഴി മന്ത്രി വീണയുടെ പേരിലുണ്ട്. കെ ശൈലജയുടെ പേരിൽ പിണറായിയും സീതാറാം യെച്ചൂരിയും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം വരെ ഉണ്ടായി. KR ഗൗരിയമ്മയുടെയും VS അച്യുതാനന്ദന്റെയും വഴിയെ രക്തസാക്ഷിയാവുകയായിരുന്നു കെ ശൈലജ. എന്നാൽ ഗൗരിയമ്മയെയും VSനെയും പോലെ ശൈലജ നിഷ്കളങ്കയല്ല എന്ന് CPMലെ പിണറായി ഭക്തർ പറയുന്നു. അതെന്തായാലും മരുമകനെ വരെ മന്ത്രിയാക്കിയിട്ടും കെ ശൈലജയെ ഒഴിവാക്കിയ പിണറായി വിജയന്റെ നടപടിയിൽ സീതാറാം യെച്ചൂരി ശുഭതനായിട്ടും ഫലമുണ്ടായില്ല. ഐസക്കിനെയും സുധാകരനെയും ഇതേ മട്ടിലാണ് പിണറായി വെട്ടിയത്. KR ഗൗരിയെയും VSനെയും മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാണ് ഇടതുപക്ഷം 2 തവണ വോട്ട് തേടിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഗൗരിയമ്മയെയും അച്യുതാനന്ദനെയും ബലി കൊടുത്തു. യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി ശൈലജയാണ് പിണറായിക്ക് തുടർഭരണം ഉറപ്പാക്കിയത്. ശൈലജയ്ക്ക് ആരോഗ്യമോ ധനമോ കിട്ടുമെന്ന് അവസാന നിമിഷം വരെ എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിന് മുൻപ് തന്നെ പിണറായി തീരുമാനങ്ങൾ എടുത്തിരുന്നു. തന്റെ വിശ്വസ്തനായ കോടിയേരിയെ കൊണ്ടാണ് പിണറായി ചരട് വലിച്ചത്. മന്ത്രി പട്ടിക കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതും കോടിയേരിയാണ്. യഥാർത്ഥത്തിൽ കോടിയേരി അന്ന് പാർട്ടി സെക്രട്ടറി അല്ല. എന്നിട്ടും അദ്ദേഹം എങ്ങനെയാണ് പട്ടിക തയ്യാറാക്കിയതെന്ന CPM നേതാക്കൾ പോലും അത്ഭുതപ്പെട്ടു. പുതിയ നേതാക്കളെ കൊണ്ടുവരാൻ എന്ന വിശദീകരണം നൽകുമ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് കെ ശൈലജയ്ക്ക് മാത്രം ഇളവ് നൽകാൻ തടസ്സമുണ്ടോ എന്ന് ഉണ്ടായിരുന്നില്ല. കെ ശൈലജയെ കിട്ടിയ ജനസ്വീകാര്യതയിൽ പാർട്ടിക്കുള്ളിലെ ചിലർക്കുള്ള അസ്വസ്ഥതയാണ് പുറത്തു വന്നത്. മുമ്പ് സംസ്ഥാന ഘടകത്തിൽ വൻ ഭിന്നത ഉണ്ടായതുകൊണ്ടാണ് VSന് സീറ്റ് നിഷേധിച്ചതിൽ PB ഇടപെട്ടത്. അത്തരമൊരു സാഹചര്യം ശൈലജയുടെ കാര്യത്തിൽ ഉണ്ടായില്ല. ഒടുവിൽ വന്ന പുരസ്കാരത്തിൽ നിന്നും ശൈലജയെ വെട്ടി. കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലം കിട്ടേണ്ടത് സർക്കാരിനെന്ന് ശൈലജ പറയുമ്പോഴും അവാർഡ് നിരസിക്കേണ്ടി വന്നതിൽ അവർക്ക് വേദനയുണ്ട്. കേരളത്തിലെ കോവിഡ് പ്രതിരോധ നടപടികൾ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുന്നത് ശരിയല്ല എന്ന ചിന്തയാണ് മക്സസെ അവാർഡ് നിരാകരിക്കാൻ പ്രധാന കാരണമെന്നാണ് വിഷയം ചർച്ചയായതോടുകൂടി CPM കേന്ദ്ര നേതൃത്വം വിശദീകരിച്ചത്. കെ ശൈലജ തന്നെ നിർദ്ദേശിച്ച നിലപാടാണ് പാർട്ടി അംഗീകരിച്ചത്. എന്നാൽ പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിശദീകരണം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇത്, സർക്കാരിന് കൂടിയാണ് കിട്ടേണ്ടത്, എന്നാൽ വ്യക്തികളാണ് നൽകുന്നത് എന്ന് അവാർഡ് ഫൗണ്ടേഷൻ വിശദീകരിച്ചു. ശൈലജ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അന്ന് യെച്ചൂരി പറഞ്ഞു. ഇത്തരത്തിൽ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന ശൈലജയ്ക്ക് നേരെയാണ് ഇല്ലാത്ത അശ്ലീല വീഡിയോ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത്തരം ആരോപണങ്ങളെല്ലാം നേരിട്ടാനുള്ള കരുത്ത ശൈലജയ്ക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. തന്റെ കരിയർ തന്നെ നശിപ്പിച്ചതായി ശൈലജ കരുതുന്നു. ചെയ്ത നല്ല കാര്യങ്ങൾക്കെല്ലാം കോടതി കയറേണ്ടി വന്ന അവസ്ഥയാണ് മുൻ ആരോഗ്യമന്ത്രിക്കുള്ളത്. ഇതിനെല്ലാം കാരണം പിണറായി തന്നെയെന്ന് ശൈലജ വിശ്വസിക്കുന്നു. തന്നെ അദ്ദേഹം ബലി കൊടുത്തതായി ശൈലജ വിശ്വസിക്കുന്നു. തനിക്ക് മുന്നിൽ വഴികൾ അടയുകയാണ് എന്ന് അവർക്കറിയാം. വടകരയിൽ തോറ്റതോടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ സീറ്റ് തന്നെ കിട്ടിയെന്നും വരില്ല. വടകരയിൽ തനിക്ക് നീട്ടിയത് വിഷം പുരട്ടിയ മിഠായിയാണെന്ന് ശൈലജയ്ക്ക് അറിയാം. പക്ഷേ ശൈലജയ്ക്ക് നിസ്സഹായയാണ്, അല്ലെങ്കിൽ ശൈലജ നിസ്സഹായയാണ്. കോടതി കഴിഞ്ഞിട്ടും CPMലെ തമ്പുരാക്കന്മാർ പ്രസാദിക്കുന്നില്ല എന്നതാണ് വാസ്തവം.